ശ്രീ പിണറായി വിജയന്റെ ഈ ശബരിമല ചിരി നേരത്തെ എവിടെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? മറക്കാനിടയില്ല. ഒരു 6-7 കൊല്ലം മുമ്പാ, 2019 ജനുവരി 2. അന്ന് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ, അവിടവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ശബരിമല വിശ്വാസികളുടെ നെഞ്ചത്ത് ചവിട്ടി 2 സ്ത്രീകൾ സന്നിധാനത്തിൽ എത്തി. സർക്കാരിന്റെ സ്പോൺസർഷിപ്പിലായിരുന്നു, പോലീസിന്റെയൊക്കെ സഹായത്തോടെയാ അവരവിടെ ശബരിമലയിലെത്തി, എല്ലാ പ്രതിഷേധങ്ങളെയും മറികടന്നുകൊണ്ട്. അന്ന് ഈ വിവരം ലോകത്തോട് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ അറിയിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞു, ഈ പ്രസ്താവനയ്ക്കൊപ്പം, ഇതൊരു ചരിത്ര നിമിഷമാണ്, കേരളത്തിലെ സ്ത്രീകൾ ഇതാ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. അതിന്റെ അകമ്പടിയായിട്ട് അന്ന് നിങ്ങൾ കേട്ട ചിരിയാണ് ഇപ്പോഴും കേൾക്കുന്നത്. ന്യൂനപക്ഷ പോയി മെജോറിറ്റി പിള്ളേരായോ? ഈ ശബരിമല എന്നത് നമ്മുടെ നാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ്. അന്ന് അതൊരു വലിയ വിജയത്തിന്റെ അട്ടഹാസമായിരുന്നു. ഇപ്പോഴതല്ല, ക്ഷമാപണ ചിരിയ. ലേലുവല്ലു ലേലുവല്ലു ലേലുവല്ലു, മാപ്പാക്കണം, ശബരിമല വിശ്വാസികൾ മാപ്പാക്കണം, ക്ഷമിക്കണം, ഞങ്ങളുടെ പരിഹാരക്രിയകൾ ചെയ്യാൻ തയ്യാറാണ്. അതാണ് അന്നത്തെയും ഇന്നത്തെയും ചിരി തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ചിരി ഒന്നാ, ശബരിമല ചിരി. 2018 സെപ്റ്റംബർ 28-നാണ് 10-നും 50-നും ഇടയ്ക്ക് വയസ്സ് പ്രായമുള്ള സ്ത്രീകളെയും ശബരിമലയിൽ കയറ്റാം, അവർക്ക് ദർശനത്തിന് അനുമതി നൽകണമെന്നുള്ളൊരു വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. അതൊരു ഭൂരിപക്ഷ വിധിയായിരുന്നു. അതുവരെ ശബരിമലയില് ഈ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത് ശബരിമലയിലെ ആചാരങ്ങളുമായിട്ട് വിശ്വാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അത് തിരുത്തിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. അന്ന് മുതൽ പിണറായി സർക്കാർ എന്ത് വില കൊടുത്തു, അധികാരത്തിന്റെ എല്ലാ അനുകൂല ഘടകങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശബരിമലയിൽ സ്ത്രീകളെ കടത്തുമെന്ന് പ്രതിജ്ഞയെടുത്തു. അവസാനം ചിലരെ ശബരിമല സന്നിധാനത്തിൽ എത്തിക്കുകയും ചെയ്തു, പോലീസിന്റെയും മറ്റും സഹായത്തോടെ. ഇപ്പോഴിതാ അന്നത്തെ നിലപാടുകളിൽ നിന്ന് പിണറായി വിജയൻ, അന്നത്തെ അതേ മുഖ്യമന്ത്രി, അന്നത്തെ അതേ ഭരണമുന്നണി ഇപ്പോൾ ഇതാ കീഴ്മേൽ മറിയുകയാണ്. ഇപ്പോൾ ഇതാ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുക. സർക്കാർ പറയുന്നത് ഇത് ദേവസ്വം ബോർഡിന്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്, അത് സർക്കാരുമായിട്ട് ബന്ധമൊന്നുമില്ല, ഇത് അവിടുത്തെ ആരാധനയുടെ ഭാഗമാണ്. ദേവസ്വം ബോർഡ് ചില പരിപാടികൾ നടത്തുമ്പോൾ അത് ചില സഹായങ്ങളൊക്കെ സർക്കാർ കൊടുക്കും എന്നതിനപ്പുറത്തൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അത് മാത്രമല്ല, പിണറായി വിജയന്റെ സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു. അതായത് 10-നും 50-നും ഇടയ്ക്ക് വയസ്സ് പ്രായമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതിൽ സർക്കാരിന് യാതൊരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിന്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നത്. ഇപ്പോഴതാ അത് തിരുത്തി പറയാൻ പോവുക, അല്ലെങ്കിൽ ആ സത്യവാങ്മൂലം പിൻവലിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, ശബരിമലയിലെ യുവതീ പ്രവേശനം എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞുപോയ അധ്യായമാണെന്നും ഇപ്പോൾ CPM അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശബരിമല വിശ്വാസികൾക്കൊപ്പമാണെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാക്സ് യാതൊരു ഉളുപ്പുമില്ലാതെ പ്രസ്താവിച്ചിരിക്കുക. 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു ഈ സർക്കാരിന്റെ നിലപാട്? CPMന്റെ അഭിപ്രായം, അവരുടെ നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ എല്ലാം കീഴ്മേൽ മറിയുകയാണ്. സുപ്രീം കോടതി വിധിയോടെ മറപിടിച്ചുകൊണ്ട് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും തകർക്കാനും അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാനുമാണ് സർക്കാർ തീരുമാനിച്ചത്. അതിനവര് വളരെ പ്രതിജ്ഞാബദ്ധമായിരുന്നു. ഈ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല, എത്രയോ വർഷങ്ങളായിട്ട് ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമായത് മുതൽ നിലനിൽക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതായത് 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അവിടെ കടന്നു ചെല്ലാൻ പാടില്ല. അതിനെയൊക്കെ തകർത്തുകൊണ്ട് യുവതീ പ്രവേശനത്തിലൂടെ ശബരിമലയ്ക്ക് ഉണ്ട് എന്ന് അവിടുത്തെ വിശ്വാസികൾ കരുതിയിരുന്ന വിശുദ്ധി നഷ്ടപ്പെടുത്താനും, അതുപോലെ തന്നെ അവിടെ ലിംഗനീതി അല്ലെങ്കിൽ ലിംഗ തുല്യത ഉറപ്പുവരുത്തുവാനും, അതുവഴി കേരളത്തിലെ നവോത്ഥാന നായകരുടെ പട്ടികയിലേക്ക് സ്വയം കയറി നിൽക്കാനുമാണ് പിണറായി വിജയൻ അന്ന് ശ്രമിച്ചത്. അതായത് അങ്ങനെയാണല്ലോ പതിവ്, വിഗ്രഹങ്ങൾ കടപുഴകുമ്പോഴാണല്ലോ പുതിയ പുതിയ വിഗ്രഹങ്ങൾ ഉയർന്നു വരുന്നത്. അങ്ങനെ ഒരു പിണറായി പ്രതിഷ്ഠയ്ക്ക് കളമൊരുക്കുകയായിരുന്നു അന്ന് CPMന്റെയും സർക്കാരിന്റെയും ലക്ഷ്യം.
ഒടുവിൽ വല്ല വിധേനയും രണ്ടു സ്ത്രീകളെ ശബരിമല സന്നിധാനത്തിലെത്തിച്ചു. ഒരു ബിന്ദു അമ്മണി, മറ്റൊരു കനകദുർഗ. സർക്കാരിന്റെ എല്ലാ സൗകര്യങ്ങളുടെയും പിൻബലത്തിലാണ് അവർ കടന്നു ചെന്നത്. പോലീസൊക്കെ വേണ്ടതുപോലെ സഹായിച്ചു. അത് മാത്രമല്ല, ഈ രണ്ടുപേർ കൂടാതെ 34 സ്ത്രീകൾ സന്നിധാനത്തിലെത്തി ദർശനം നടത്തിയതായി പിണറായി സർക്കാർ പിന്നീട് സുപ്രീം കോടതിയിൽ ഖ്യാതി പറയുകയും ചെയ്തു. അന്ന് പിണറായി വിജയൻ എന്താ വിചാരിച്ചത്? ദാ നവോത്ഥാന നായക പട്ടം തനിക്ക് വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അയ്യങ്കാളി, അയ്യാഗുരുസ്വാമികള്, വൈകുണ്ഠസ്വാമികള്, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികള്, ഇവരുടെയൊക്കെ നിരയിലേക്ക് പിണറായി വിജയൻ സ്വാമികള് ഉയർന്നെത്തിക്കഴിഞ്ഞുവെന്ന് അദ്ദേഹം അങ്ങ് കരുതി, അങ്ങ് വിശ്വസിച്ചു പോയി. പക്ഷെ അദ്ദേഹം കളിച്ചത് അയ്യപ്പനോടായിരുന്നു. അയ്യപ്പന്റെ ബലവും ശക്തിയും പിണറായി വിജയൻ അറിയില്ലായിരുന്നു. 2-3 സ്ത്രീകളെ അവിടെ കയറ്റി എന്നുള്ളത് ശരിയാ. പക്ഷെ എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? ശബരിമല വിശ്വാസികൾ അടങ്ങുന്ന ജനം അദ്ദേഹത്തിന്റെ പാർട്ടിയെയും മുന്നണിയെയും സർക്കാരിനെയും തള്ളിക്കളഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് തകർന്നടിഞ്ഞു. 2024 അത് തന്നെ സംഭവിച്ചു. CPM-ന്റെ വലിയ ഒരു ശക്തി കേന്ദ്രമായിരുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ടവർ പോലും CPM-നെ ഉപേക്ഷിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് BJP-യോടൊപ്പം നിന്നുവെന്ന് പാർട്ടിക്ക് മനസ്സിലായി. കളി കാര്യമായെന്ന് അപ്പോഴാണ് പിണറായി വിജയനും പാർട്ടിക്കും ഗവൺമെന്റിനുമൊക്കെ മനസ്സിലായത്. നവോത്ഥാന നായകപ്പട്ടം കിട്ടിയുമില്ല. അതോടൊപ്പം തന്നെ കൂടെ നിന്നിരുന്ന ജനങ്ങള് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ പാപപരിഹാരത്തിനായിട്ട് പമ്പയില് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അന്ന് വെറുപ്പിച്ചകറ്റി നിർത്തിയ ജനസമൂഹത്തെ 2026 തെരഞ്ഞെടുപ്പിൽ കൂടെ നിർത്തണം. അവരുടെ വോട്ട് നമുക്ക് വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ലേലുവല്ലു 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 എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആദ്യം കേട്ട ശബ്ദരേഖ, അതിലെന്താണ് ശ്രീ പിണറായി വിജയൻ പറയുന്നത്? ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് മാത്രമല്ല, ഈ മുഴുവൻ രാജ്യത്തിനും മാതൃകയായ ഒരു ആരാധനാലയം ആണെന്നാണ്. 2018-ലും 19-ലും പിണറായിയും പിണറായിയുടെ പാർട്ടിയും എന്താണ് ശബരിമലയെ പറ്റി പറഞ്ഞിരുന്നത്? പ്രാകൃതമായ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, ബ്രാഹ്മണ മേധാവിത്വം, അവിടെ സ്ത്രീകൾക്ക് കടക്കാൻ പറ്റുന്നില്ല, സ്ത്രീ പുരുഷ തുല്യത അവിടെ പാലിക്കപ്പെടുന്നില്ല, ലിംഗനീതി അവിടെ നടപ്പാകുന്നില്ല. അത്തരത്തിലുള്ള ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും മാറുക തന്നെ വേണം, ഞങ്ങൾ മാറ്റുക തന്നെ ചെയ്യും എന്നാണ് പിണറായി വിജയനും സംഘവും പ്രഖ്യാപിച്ചത്. ഇപ്പൊ വീണ്ടും ലേലുവല്ലു ലേലുവല്ലു. SNDP പൂർണ്ണ പിന്തുണ ഈ അയ്യപ്പ സംഗമത്തിന് നൽകി കഴിഞ്ഞു. NSSന്റെ പാതി പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ സർക്കാർ പരിപാലിക്കുമെന്ന് NSS വിശ്വസിക്കുന്നതായി ആ സംഘടനയുടെ ഒരു നേതാവ് പ്രസ്താവിച്ചത് കണ്ടു. പക്ഷേ ശബരിമല അയ്യപ്പന്റെ ശക്തി ചൈതന്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഓർത്ത് വേദനിച്ച അല്ലെങ്കിൽ നൊമ്പരപ്പെട്ട ആശങ്കയുടെ മുൾമുനയിൽ നിന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികള്, ശബരിമല ഭക്തര് ഈ പുതിയ പിണറായി വിജയന്റെ മാരീച വേഷം കണ്ട് വിശ്വസിക്കുമോ? പിണറായി വിജയൻ സ്വാമികളും വാസവൻ സ്വാമികളും പലതും പറയുന്നുണ്ട് ശബരിമലയെ ബന്ധപ്പെടുത്തി. ഇതൊക്കെ ഈ സാധാരണ വിശ്വാസികള് വിശ്വസിക്കുമോ? അതാണ് പ്രശ്നം. കണ്ടതാണ് ഇവരുടെ തനിനിറം, തനി ഗുണം CPM-ന്റെ, ഗവൺമെന്റിന്റെ, പിണറായിയുടെ. അത് നമ്മൾ മനസ്സിലാക്കിയതാ. ഓർക്കുന്നുണ്ട്, VS മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് G. സുധാകരനാണ് അന്ന് ദേവസ്വം മന്ത്രി. അന്ന് സുപ്രീം കോടതിയിൽ ആ സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകി. അതിൽ പറഞ്ഞിരുന്നത് ശബരിമലയില് ഏത് പ്രായത്തിലുള്ള സ്ത്രീകളും കടക്കുന്നതിനോട് വരുന്നതിനോട് സർക്കാരിന് യാതൊരു എതിർപ്പും ഇല്ല എന്നാ. അതായത് അവിടുത്തെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും റദ്ദു ചെയ്യുന്നതിനോട് സർക്കാരിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്ന്. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അത് തിരുത്തിക്കൊണ്ടൊരു സത്യവാങ്മൂലം നൽകി. അവിടുത്തെ ആചാരങ്ങൾ പാലിക്കപ്പെടണം. 10-നും 50-നും ഇടയ്ക്ക് വയസ്സ് പ്രായമുള്ള സ്ത്രീകള് അവിടെ കടക്കുന്നത് ശരിയല്ല. അതിനെ സർക്കാർ അനുകൂലിക്കുന്നില്ല. പക്ഷെ പിന്നീട് പിണറായി സർക്കാർ വന്നപ്പോൾ ആ സത്യവാങ്മൂലം തിരുത്തി. എന്നിട്ട് VS-ന്റെ കാലത്ത് കൊടുത്ത അതേ സത്യവാങ്മൂലം ഏത് പ്രായത്തിലുള്ള സ്ത്രീകളും ശബരിമലയിൽ എത്തുന്നതിന് സർക്കാരിന് വിരോധമില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, UDF-ന്റെ സത്യവാങ്മൂലം തള്ളിക്കളയണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് സുപ്രീം കോടതി വിധി വന്നത്. 2018 സെപ്റ്റംബർ 28-നാണല്ലോ ചരിത്രപ്രധാനമായ സുപ്രീം കോടതി വിധി വന്നത്. അപ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം മന്ത്രി, വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഇനി പമ്പയിൽ സ്ത്രീകളെ തടയില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അതുമാത്രമല്ല, കോടതി വിധി നടപ്പാക്കുമെന്നും സ്ത്രീകൾക്ക് ശബരിമലയിൽ ചെന്ന് ദർശനം നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കുമെന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പിണറായി ഒരു പൊടി കൂടി കടത്തിയാ പറഞ്ഞത്. ശബരിമലയിൽ എത്തുന്ന സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ പറഞ്ഞു. വേണ്ടത്ര വനിതാ പോലീസിനെ നിയമിക്കാൻ പറഞ്ഞു. അവിടെ വനിതകൾ കടന്നു ചെല്ലാത്തതുകൊണ്ട് വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട് സ്ത്രീകൾക്ക് വരാം. അപ്പോൾ വനിതാ പോലീസ് അതിന് 40 പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കി. അതേസമയം ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഴയതുപോലെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, NSS, പന്തളം കൊട്ടാരം, അതുപോലെയുള്ള സംഘടനകൾ, അവരൊക്കെ പുനഃപരിശോധനാ ഹർജി നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അങ്ങനെ യാതൊരു നടപടിക്കും സർക്കാർ തയ്യാറല്ലെന്ന, പുനഃപരിശോധനാ ഹർജി നൽകില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം സ്ത്രീകൾ ശബരിമല കടക്കാനുള്ള പല ശ്രമങ്ങൾ ഉണ്ടായി. അതിനെയൊക്കെ പിണറായി സർക്കാരും പോലീസും ഒക്കെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. പക്ഷെ വലിയ പ്രതിഷേധം, ശക്തമായ സമരവും പ്രക്ഷോഭവും അതിന്റെ പേരിൽ സംസ്ഥാനത്തുണ്ടായി. BJPയും സംഘപരിവാരവും വളരെ പ്രകടമായി തന്നെ രംഗത്തിറങ്ങി. കോൺഗ്രസും മറ്റും ആചാര അനുഷ്ഠാനങ്ങൾ പഴയതുപോലെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു. ഒരു ഭാഗത്ത് പുരോഗമനാശയക്കാര്, നവോത്ഥാനം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നവര്, ശബരിമലയിലെ ലിംഗനീതി അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം നടപ്പാക്കുന്നതോടെ നവോത്ഥാനത്തിന്റെ ഒരു പുതിയ ഘട്ടം കടക്കുമെന്ന് വാദിച്ചിരുന്നവര്, ഇപ്പുറത്ത് ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തണം എന്ന് പറയുന്നവർ, അവർ തമ്മിൽ വലിയൊരു പോരാട്ടം, വലിയ യുദ്ധം തന്നെ ഉണ്ടായി. ഒക്ടോബർ 19 ഒരു സംഘം സ്ത്രീകളെ പോലീസിന്റെ സഹായത്തോടെ സന്നിധാനത്തിലെത്തിക്കാനുള്ള വളരെ പ്രകടമായ ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പോലീസിന്റെ ഹെൽമെറ്റൊക്കെ ധരിപ്പിച്ചിട്ടാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. അന്ന് തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവര് വളരെ ശക്തമായ ഭാഷയിൽ പോലീസിനോട് പറഞ്ഞു, ഇത് നടക്കുകയാണെങ്കിൽ എനിക്ക് ക്ഷേത്രം അടച്ചിടേണ്ടി വരുമെന്ന്. ആര് വന്നാലും സംരക്ഷണം ഒരുക്കുമെന്നാണ് കോടിയേരി ആവർത്തിച്ചു പറഞ്ഞത്. അന്ന് പിണറായി പറഞ്ഞ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, 10 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റുകയില്ല എന്ന്. 10 വോട്ടിനും 2 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ല. CPM-ന്റെ വനിതാ സംഘടനയുടെ നേതൃത്വത്തില് വനിതാ മതിൽ തീർത്തു കേരളത്തില്. അന്നവരെ പ്രഖ്യാപിച്ചു, ശബരിമലയില് ദർശനത്തിന് വരുന്ന സ്ത്രീകൾക്ക് എല്ലാ സംരക്ഷണവും ഉറപ്പു നൽകുമെന്ന് പറഞ്ഞു. അതിന്റെ പിന്നാലെ ജാനുവരി 2 അന്നാണ് 2 സ്ത്രീകള്, ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമല സന്നിധാനത്തിൽ എത്തിയത്. അപ്പോഴാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഇതാ നമ്മുടെ സ്ത്രീകള് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. അതിന്റെ അർത്ഥം എന്തായിരുന്നു? വാസ്തവത്തിൽ ശബരിമലയിലെ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഞങ്ങള് തകർത്തെറിഞ്ഞിരിക്കുന്നു, കടപുഴക്കി എറിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു അതിന്റെ അർത്ഥം. പക്ഷെ പറഞ്ഞല്ലോ, ജനങ്ങളങ്ങ് മറുതലിച്ചു നിന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയെങ്കിലല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. തുടർഭരണം കിട്ടിയെങ്കിലും മറ്റു തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരാജയപ്പെട്ടു. ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഹൈന്ദവ വോട്ടുകൾ CPM-ന് നഷ്ടപ്പെടുന്നതായി മനസ്സിലായി. അപ്പോഴാണ് പുതിയ അഭ്യാസവുമായിട്ട് പിണറായിയും കൂട്ടരും രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നയവും നിലപാടും മാറി. 10 വോട്ടിനും 2 സീറ്റിനും നിലപാട് മാറ്റില്ലെന്ന് പറഞ്ഞവര് 2 വോട്ടും 1 സീറ്റും കിട്ടിയാൽ, പുതുതായി കിട്ടിയാല് ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന് കേരളത്തോട് പറയുകയാ. ഞങ്ങൾ ആരുടെയും കാൽക്കൽ വീഴാൻ തയ്യാറാ. അത് സാമുദായിക സംഘടനകളായാലും ശബരിമല വിശ്വാസികളായാലും ആരുടെ കാൽക്കലും വീഴാൻ എന്തും ചെയ്യാം, എന്ത് പ്രായച്ചിത്തവും അനുഷ്ഠിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് കിട്ടിയാൽ മതി. ഞങ്ങൾ കൊടുത്ത സത്യവാങ്മൂലം ഉണ്ടല്ലോ, അതിനൊന്നും ഒരു വിലയുമില്ല. കീറച്ചാക്കിന്റെ വില പോലും ഞങ്ങൾ അതിന് കൽപ്പിക്കുന്നില്ല. അതൊക്കെ ഞങ്ങൾ പിൻവലിക്കാം. ഇനി ഞങ്ങൾ ശബരിമല വിശ്വാസികളുടെ കൂടെയാണ്. എന്തൊരു അധപ്പതനമാണ് CPM പോലെ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. 2 ചങ്കൊണ്ടും 3 ചങ്കൊണ്ടും എന്നൊക്കെ പറഞ്ഞു നടന്ന ആളുകളാ. എപ്പോഴും വെല്ലുവിളിക്കുന്ന പ്രകൃതമാണ്. ആരെയും വെല്ലുവിളിക്കും, ആരോടും അട്ടഹസിക്കും. ആ പാർട്ടിയുടെ നേതാക്കള് ഇന്ന് 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നവോത്ഥാന നായക പട്ടം എന്നുള്ള സ്വപ്നം പോയി. ഇനി ഒരു സ്വപ്നമേ അവശേഷിക്കുന്നുള്ളൂ. അവസാന ചാൻസാ. എങ്ങനെയെങ്കിലും മരുമകനെ മുഖ്യമന്ത്രിയാക്കണം, കുടുംബകാര്യങ്ങളൊന്ന് നേരെയാക്കണം, എന്നിട്ട് വേണമെന്ന് വിശ്രമിക്കാൻ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെ കൊണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തില് പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വിശ്വസിക്കാൻ അയ്യപ്പ ഭക്തരെ, ശബരിമല വിശ്വാസികളെ ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇനി ഒരിക്കൽ കൂടി ശബരിമലയെ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പന്റെ ചൈതന്യത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും ഒന്നിനെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ ശബരിമല വിശ്വാസികൾ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ പഠിച്ച പാഠങ്ങൾ അത്തരത്തിലുള്ളതാണ്.